ഞാനിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊരാളെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആരും പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണക്കി. അപ്പോൾ ആളെ കാണാൻ പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുന്നേ ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പം എനിക്ക് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ബസ്സിന് പോവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രെയിന് പോവാം. ഇത് രണ്ടും എനിക്കടുത്താണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ട്രെയിന് പോവാം, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, മുതുവറ ആ ഭാഗമൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ തീരുമാനിച്ചു ട്രെയിന് പോവാം. ട്രെയിനാകുമ്പോൾ നമുക്കൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ എത്തും ചെയ്യാം. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ. അതിനുള്ളിൽ തന്നെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലാൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് എവിടെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഗുരുവായൂർ പോകണം, കണ്ണനെ തൊഴണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒഴിവുകൾ വരായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് എനിക്ക് അറിഞ്ഞ് തന്നെ ഞാൻ വിളിച്ചത്. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം തിരക്കായിരുന്നു. ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും ഇന്ന് ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ ആ തിരക്കിൽ കയറി തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് എന്താ പറയുക, തിരക്കുണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങണ നേരമാകുമ്പോഴേക്കും കുറച്ചൊന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു നല്ല അടിപൊളി മീൽസൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മേനെ കണ്ട് അവിടെ നിന്നും ഞാൻ യാത്ര പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.